ഞാൻ കാണിക്കാത്ത തരികിട ഒന്നുമില്ല. അച്ഛനെ പറ്റിച്ച് 10 ലക്ഷം രൂപ. ഞാൻ എന്തിനെ തൊട്ടാ സത്യം? എന്റെ അമ്മയാണ് സത്യം. ഞാൻ ഉള്ളതൊക്കെയാണ് ഈ പറയുന്നത്. നിങ്ങൾ മുഴുവൻ ഇപ്പൊ കൈയടിച്ചു. ഞാൻ ഒരാളെ പറ്റിച്ച കഥ കേട്ടോണ്ട്. പണ്ടായിരുന്നെങ്കിൽ എന്നെ കുനിച്ചു നിർത്തി ഇടിച്ചേനെ. ഇപ്പൊ ഞാൻ ഇതുകൂട്ട് നിന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ ഇരുന്നോണ്ട് എന്താ റോഹിത് ചേട്ടനും തോന്നി ഈ ആള് കൊള്ളാം. എന്താ പൊസിഷൻ? പണ്ടായിരുന്നെങ്കിൽ കുനിച്ചു നിർത്തി ഇടിച്ചേനെ. ഇപ്പോൾ ഉള്ളവർ പൊസിഷൻ നോക്കി കൈയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കോഴിക്കോടുള്ളവർ ഓടിച്ചിട്ട് അടിച്ചില്ല എന്നേ ഉള്ളൂ. മുണ്ടും പൊക്കിയിട്ടാണ് ഇയാൾ അവിടെ നിന്ന് ഓടിയിട്ടുള്ളത്. ഇനി ഞാൻ കാണിച്ച കള്ളത്തരവും ഞാൻ കാണിച്ചിരിക്കുന്ന തെറ്റുകളും മറ്റൊരാളും പറഞ്ഞ് ഇനി ഒരാൾ അറിയില്ല. ഞാൻ തന്നെ പറയും എന്നെ കുറിച്ച്, ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച്, ഞാൻ ചെയ്തിട്ടുള്ള മഹാ അപരാധങ്ങളെ കുറിച്ച്, പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളെ കുറിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ 13 വർഷം സെയിൽസിലായിരുന്നു. കമ്പനിയിലെ ടോപ്പ് പെർഫോമർ ആയിരിക്കും എന്നും. ഞാൻ കേരളത്തിന്റെ 14 ജില്ലയിലുള്ള 25 ഹോട്ടലിന്റെ സീൽ എന്റെ ബാഗിലുണ്ടായിരുന്നു. ഹോട്ടൽ റൂമിൽ ഞാൻ താമസിച്ചെന്ന് പറഞ്ഞ് ബില്ലുണ്ടാക്കാൻ വേണ്ടി സീലുണ്ടാക്കി ബാഗ് ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ സീലടിച്ചു കൊടുക്കും. അപ്പോ ഒരിടത്ത് ഗൗതമി, ചെന്നൈയിലവള്, അവൾ എന്റെ ബില്ലെല്ലാം തിരിച്ചയച്ചു. റീസൺ ചോദിച്ചപ്പോൾ ഇതിന്റെ അകത്ത് അവൾക്ക് ഡൗട്ട് ഉണ്ടെന്ന്. അപ്പം ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത്, സാധാരണ നമ്മൾ ഈ ഹോട്ടൽ ബില്ല് പണ്ട് പ്രിന്റ് അല്ലല്ലോ, ഇങ്ങനെ കീറുമല്ലോ, അപ്പൊ അതിന്റെ മേളിൽ ഇങ്ങനെ കുനുകുനാന്ന് വരും, അത് ഇതിനില്ലെന്ന്. ഇപ്പൊ എന്തുവാ, ഞാൻ മറ്റേ പേപ്പർ വെച്ച് പ്രിന്റ് എടുത്ത് ആണല്ലോ, ഒപ്പിട്ടൊക്കെ ആണല്ലോ സീൽ വെച്ച് കൊടുക്കുന്നത്. അന്ന് മനസ്സിലാക്കി കുനുകുന വേണം. എന്തെടുത്ത് ആക്സോ ബ്ലേഡ് എടുത്ത് വെച്ചിട്ട് മേള് വശം കീറി കുനുകുന ഉണ്ടാക്കി അവൾക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളവനാ ഞാൻ. ഈ തരികിട നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണിക്കുന്നവന്മാരെ പിടിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ ഇന്ന് മലയാളത്തിൽ ഒരാളെ ഉള്ള, അത് ഈ കപ്പിത്താനാ. കാരണം ഞാനേ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഇവൻ അവിടെ കൂടിയിട്ടുള്ള ബിസിനസ്സുകാരെ തെണ്ടികൾ എന്ന് വിളിച്ചു എന്നുള്ളതാണുള്ള പ്രശ്നം. ഇവനൊരു ലോക ഫ്രോഡാണെന്ന് ഇവൻ തന്നെ സ്വയം പറഞ്ഞിട്ടും ഇവൻ്റെ ബിസിനസ് ടിപ്പ് കേൾക്കാൻ വേണ്ടി കയ്യിലുള്ള ക്യാഷും കൊടുത്ത് അവിടെ പോയിരുന്നവരെ ഈ തെണ്ടികൾ എന്നല്ല, അതിലും കൂടുതൽ കൂടിയ തെറി വിളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവനെപ്പോലുള്ള ബിസിനസ് മോട്ടിവേറ്റർ എന്ന് പറയുന്ന ഉഡായ്പകളുടെ അടുത്ത് പോയിരുന്നാൽ നിങ്ങളുടെ ബിസിനസ് വളരെന്ന് വിചാരിക്കുന്നവർക്ക് 2 തെറി കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ ബിസിനസ് ചെയ്യാൻ യോഗ്യരാണോ എന്നുള്ളത് അവർ തന്നെ ഒന്നുകൂടെ സ്വയം ചിന്തിക്കുന്നതും നല്ലതായിരിക്കും. ഇവിടെയുള്ള ഒരുപാട് ബിസിനസ്സുകാർ നമുക്കിടയിലുണ്ട്. ഇവരൊന്നും ഇതുപോലുള്ള ബിസിനസ് മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് ബിസിനസ് വളർത്തിയവരൊന്നും അല്ല. വേറിട്ട ചിന്താഗതികളും ആത്മാർത്ഥതയും അർപ്പണബോധവും അതിനുപരി ഈ കസ്റ്റമേഴ്സിനോടുള്ള ബഹുമാനമൊക്കെയാണ് അവരുടെ ബിസിനസ് വളർത്തിയിട്ടുള്ളത്. ഇതുപോലെ താഴെ നിന്ന് വളർന്നു വന്ന് വലുതായിട്ടുള്ള മഹാന്മാരായ ഒരുപാട് ബിസിനസ്സുകാർ നമുക്കിടയിലുണ്ട്. അവരുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. അതിന് പകരം ഇതുപോലുള്ള ഈ തൊലിഞ്ഞ ബിസിനസ് മോട്ടിവേറ്റർമാരുടെ വീഡിയോ കണ്ട് ബിസിനസ് വളർത്താൻ പോകുന്നവരെ ആക്ച്വലി തെരണ്ടിവാലിന്റെ വാല് വെട്ടിയിട്ട് അച്ചാറിൽ മുക്കിയിട്ട് അടിക്കണം. ഞാൻ കാണിക്കാത്ത തരികിട ഒന്നുമില്ല. അച്ഛനെ പറ്റിച്ച് 10 ലക്ഷം രൂപ. ഞാൻ എന്തിനെ തൊട്ടാ സത്യം? എന്റെ അമ്മയാണ് സത്യം. ഞാൻ ഉള്ളതൊക്കെയാണ് ഈ പറയുന്നത്. നിങ്ങൾ AVL 1 ലക്ഷം രൂപ 2017 എനിക്ക് തന്നു, അവരുടെ സ്റ്റാഫ് ട്രെയിനിങ്ങും കൺസൾട്ടിങ്ങിനും വേണ്ടി. നിക്കക്കള്ളിയില്ലാത്ത സമയം ഞാൻ ആ പൈസയും മേടിച്ചു. എങ്ങനെയും ഞാനത് പിടിച്ചു പറിക്കുകയായിരുന്നു സത്യം. പക്ഷെ എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റില്ല. 6 മാസം കൊണ്ട് എനിക്കൊന്ന് 10,000 രൂപ വീതം തവണകളായിട്ടാണ് ആ പൈസ ഞാൻ കൊടുത്തു വീട്ടിൽ. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പുള്ളി പറയും, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാൻ വരുന്ന ആരോടെങ്കിലും പറയും. അതാണ് ഇത്രയൊക്കെ ഡയലോഗ് പറയും. പണ്ട് എന്റെ 1 ലക്ഷം പറ്റിച്ചോണ്ട് മുങ്ങിയ. ഇവന്റെ ഈ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടാവുള്ളൂ, അത് അവൻ തന്നെ ആയിരിക്കും. ഇവൻ തന്നെ പറയുന്നുണ്ട്, പണ്ട് കുറേ ഉടായ്പ കെട്ടിയിട്ടുണ്ട്, ആരുടെന്നോ പ്രാരാബ്ദം കാരണം 1 ലക്ഷം പറ്റിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ 10,000 ഒക്കെ അടവ് വെച്ചിട്ട് മാസം വെച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ കോട്ടിട്ടിട്ട് പിന്നെ ഇതുപോലുള്ള ബിസിനസ്സുകാരെ പറ്റിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവൻ്റെ ജീവിതം തന്നെ ഒന്ന് പച്ച പിടിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ബിസിനസ് മോട്ടിവേറ്ററുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. കസ്റ്റമറാണ് കിങ് എന്നുള്ള കാര്യം. കാരണം ഇവൻ കസ്റ്റമേഴ്സ് മുന്നിലിരുത്തിയിട്ട് അവരെയൊക്കെ തെണ്ടികൾ എന്ന് വിളിച്ച് ബഹുമാനമില്ലാതെ സംസാരിച്ചപ്പോൾ ഇവൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ഇവനെ പിന്നെ അങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീച്ചിന് അടുത്തൊന്നും ആരും നല്ല പൈസ കൊടുത്തിട്ട് വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവൻ്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതായിപ്പോയി. വൈ? അവൻ്റെ മുന്നിലിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഒട്ടും റെസ്പെക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണത്. അതാണ് ഒരു ബിസിനസ്സിൽ നമ്മൾ കസ്റ്റമേഴ്സിനാണ് ഏറ്റവും വലിയ റെപ്യൂട്ടേഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്. അവരാണ് നമ്മളെ ബിസിനസ്സിനെ വലുതാക്കാനും തളർത്താനും ശേഷിയുള്ളവർ എന്നുള്ളത് ഇവ മനസ്സിലാക്കണമായിരുന്നു. അതുപോലും അറിയാത്ത അവരൊക്കെ തെണ്ടികൾ, അല്ലെങ്കിൽ ഇവനെ മുന്നിലിരിക്കുന്നവരൊക്കെ തെണ്ടികൾ എന്ന് വിളിക്കുന്ന ഇവന് ബിസിനസ്സിൻ്റെ ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം.